സന്ദീപിനെതിരെ പരസ്യം നൽകിയതിന് പിന്നാലെ ഇടതുമുന്നണി വെട്ടിലായിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇന്നാണല്ലോ അവിടെ വോട്ടെടുപ്പ്. ഇന്നലെയും മെനങ്ങാന്നുമൊക്കെ ആയിട്ടാണ് ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും AP സുന്നി വിഭാഗം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പത്രമായ സിറാജിലും ഒരു പരസ്യം വന്നു. എന്താ, സന്ദീപിനെ ഒരർത്ഥം പറഞ്ഞാൽ സന്ദീപിനെ ട്രോളിക്കൊണ്ടും സന്ദീപിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും കോൺഗ്രസ് ഈ വർഗീയവാദിക്ക് ഇടം നൽകിയല്ലോ, ഈ വർഗീയ വിഷം ചീറ്റുന്ന നാവിന് സ്ഥലം കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ആ പരസ്യം. മാത്രമല്ല, മുമ്പ് സന്ദീപ് നമ്മുടെ ഇതിൽ നിന്നപ്പോൾ BJP നിന്നപ്പോൾ കോൺഗ്രസിനെയും പിന്നെ ലീഗിനെയും മുസ്ലിം നേതാക്കളെയും ഒക്കെ അവർക്കെതിരെ പറഞ്ഞ പല വിമർശനങ്ങളും അവരെ ട്രോൾ ചെയ്തും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ആ പരസ്യം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ പരസ്യം തയ്യാറാക്കി കൊടുത്തപ്പം LDF ഒരു വലിയ ചതി അതിനകത്ത് കാണിച്ചു. അതിനെ അങ്ങനെ തന്നെ പറയണം. കാരണം ഈ പരസ്യം എല്ലാ പത്രങ്ങൾക്കും കൊടുക്കുന്നു എന്നുള്ള വ്യാജേനയാണ് സുപ്രഭാതത്തിനും സിറാജിനും കൊടുത്തത്. അപ്പോൾ അവരെന്ത് വിചാരിക്കും? സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ടാവും. ഇല്ലാതെ ഇങ്ങനെ വന്ന്, അതും LDF പോലെ ഉത്തരവാദപ്പെട്ട ഒരു മുന്നണി, കേരളം ഭരിക്കുന്ന ഒരു മുന്നണി അങ്ങനെ ചെയ്യില്ലല്ലോ, ആരും പ്രതീക്ഷിക്കുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും ആ പരസ്യം വാങ്ങിച്ചു. കാരണം പരസ്യത്തിലാണ് പത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഒന്നാമതെ പ്രിൻ്റ് മീഡിയ ഊർധ്വം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ഷനൊക്കെ വന്ന് വീഴുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചില്ലറ തടയുന്നത്. അപ്പോൾ അവരെ ഉള്ള അപ്പോൾ എന്തായാലും പരസ്യത്തിന് കാശ് കൊടുക്കാതെ ആരും പരസ്യം ചെയ്യത്തില്ല. അപ്പോൾ അത് റേറ്റൊക്കെ പറഞ്ഞുറപ്പിച്ച് പരസ്യം ചെയ്തു. ആ പരസ്യം ആണ് ഇപ്പോൾ വാസ്തവത്തിൽ പുലിവാലായിരിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല. 2, ഈ മറ്റു പത്രങ്ങൾക്കെല്ലാം കൊടുക്കുന്നു, എല്ലാ പത്രത്തിലും വരും എന്ന വ്യാജേനയാണ് കൊടുത്തത്. ഈ 2 പത്രത്തിൽ മാത്രമേ വന്നുള്ളൂ. അതായത് ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ ഒന്ന് തോണ്ടാൻ, മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വികാരമിളക്കാൻ വേണ്ടി ചെയ്തതാണ്. ശരി, അതാണ് അതിനകത്ത് LDF ഉദ്ദേശിച്ചത്. ഏതാണ്ട് പാലക്കാട് 60,000-ഓളം വോട്ടുണ്ട്, മുസ്ലിം വോട്ടുണ്ട്. ഈ മുസ്ലിം വോട്ട് എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും? അത് സത്യത്തിൽ അത് ലീഗിന് വലിയ സ്വാധീനമുള്ള വോട്ടാണ്, UDFന് വലിയ സ്വാധീനമുള്ള വോട്ടാണ്, കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള വോട്ടാണ് എന്ന് മാത്രമല്ല, അവിടുത്തെ മുൻ MLA ഇപ്പോൾ MP ആയിരിക്കുന്ന ഷാഫി പറമ്പിലിന് വലിയ സ്വാധീനമുള്ള വോട്ട് ബാങ്കാണത്. അപ്പോൾ അതിലൊരു വിള്ളൽ വരുത്തി കുറച്ചെങ്കിലും വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു LDFൻ്റെ നയം. LDF ഉദ്ദേശിച്ചത് അതാണ്. പക്ഷേ അതിന് വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് ആ വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു, BJP ഉന്നയിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ BJP അവിടെ കയ്യും കെട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതണ്ട. BJPയും വളരെ കൃത്യമായിട്ട് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, കാരണം കേന്ദ്രഭരണം BJPയുടെ കയ്യിലാണല്ലോ, BJPക്കും പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ BJP അതിന് വേണ്ടുന്ന സ്ക്രൂ എല്ലാം മുറുക്കും. അത് LDFന് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. ഒന്നാമത്തെ കാര്യം, നിയമം ലംഘിച്ചു. ഇപ്പോൾ ഈ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇവർക്കെതിരെ, ഈ പരസ്യത്തിനെതിരെ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കളക്ടർ കേരള സർക്കാരിൻ്റെയും കൂടി ആയതുകൊണ്ട്, ജില്ലാ കളക്ടറല്ലേ, ജില്ലാ കളക്ടറും കൂടിയാണല്ലോ അദ്ദേഹം. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തിനാണെങ്കിലും അദ്ദേഹം കേരള സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനല്ലേ. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, വിശദീകരണമൊന്നും പറയുന്നില്ല. പക്ഷേ നടപടി വരും എന്ന കാര്യം തീർച്ചയാണ്. ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മറ്റ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തിനെന്ന് പറയുന്നുണ്ടല്ലോ, അത് വാസ്തവമാണ്. അത് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ സിറാജിലും സുപ്രഭാതത്തിലും ആണ് പരസ്യം വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് പറഞ്ഞത് ഞങ്ങൾ എല്ലാ പത്രങ്ങൾക്കും കൊടുത്തു എന്നാണ്. എന്നിട്ട് പറയാമല്ലോ, മറ്റു പത്രങ്ങൾ അത് ഇട്ടില്ല. സ്വാഭാവികമായിട്ടും ഊരാൻ എളുപ്പമാണ്. ഞങ്ങൾ അവരെ സമീപിച്ചിരുന്നു, അവരിട്ടില്ല. ഇവരിട്ടു. ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റുന്നൊരു ന്യായമാണത്. അതവിടെ നിൽക്കട്ടെ, ആ വിശദീകരണത്തിന് അതിൻ്റേതായ പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് ഇതുപോലൊരു കാര്യം ചെയ്തു. അത് ഈ സുപ്രഭാതത്തിനും സിറാജിനും അവർക്കത് സ്വീകാര്യമല്ല. അവരത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുകയല്ലേ നമ്മൾ. പത്രം എന്ന് പറയുമ്പോൾ അതിന്
ശരിയാണ്, അവരുടെ ആശയം പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അവർ പത്രം നടത്തുന്നത്. എങ്കിലും പത്രത്തിനൊരു പൊതുസമ്മതി എപ്പോഴും ആവശ്യമാണ്. പത്രം പൊതുജനങ്ങൾ, വായനക്കാരുടേതാണ് പത്രം. അപ്പോൾ ആ ഒരു വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും എല്ലാ പത്രങ്ങളും ശ്രമിക്കും. ഇനി ഏത് പാർട്ടി പത്രമാണെങ്കിൽ പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ മറ്റേ വാട്സാപ്പിലൊക്കെ കാണുന്ന മാതിരി വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന നുണപ്രചാരണം പത്രങ്ങളിൽ ഉണ്ടാവില്ല. ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യില്ല. അപ്പോൾ അതിനാണ് ഇവിടെ ഒരു ഹാനി തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രഭാതവും സിറാജും വളരെ ഗൗരവത്തിൽ തന്നെ ആ വിഷയം എടുക്കുമെന്ന് തീർച്ചയാണ്. ഇനി നിയമലംഘനത്തിന് എന്താ, അവർക്കും കൂടി പിന്നെ പണി കിട്ടുന്നതല്ലേ. അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് കളക്ടർ, അവർ വിശദീകരണം കൊടുക്കേണ്ടി വന്നു. ഈ പത്രസ്ഥാപനങ്ങൾ ഞങ്ങളിത് അവർ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിത് പ്രസിദ്ധീകരിച്ചത് എന്നല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് മറ്റെന്ത് പറയാൻ പറ്റും? ഇവരെ പണക്കാൻ പറ്റുമോ? എന്നാൽ വിശദീകരണം കൊടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. വാസ്തവത്തിൽ അത് ഈ സിറാജുമായിട്ടും സമസ്തയുമായിട്ടും LDFന് CPMന് അത്യാവശ്യം ഉണ്ടായിരുന്ന നല്ല ബന്ധത്തെ പോലും ഇല്ലാതാക്കാൻ ഈ ഒരു പ്രവൃത്തി കൊണ്ട് സാധിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ത് നടപടികളാണ് ഇനി വരാൻ പോകുന്നത്? അത് അവർ തീർച്ചയായിട്ടും കാരണം സിറാജിനാകട്ടെ സുപ്രഭാതത്തിനാകട്ടെ പിന്നിൽ ഒരു സംഘടനാ ബലമുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു വോട്ട് ബാങ്കുണ്ട്. സമസ്ത എന്തൊക്കെ പറഞ്ഞാലും ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പരസ്യം കൊടുക്കുമ്പോൾ സിറാജിന്റെയും അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെയും മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തുള്ള ആളുകൾ ഒന്നും അറിയാതെ ഇത്രയും ഫ്രണ്ട് പേജിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരസ്യം ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സാധനം കൊടുക്കുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെ അറിഞ്ഞിട്ടില്ലെന്നല്ല. അതുകൊണ്ട് അവര് ഈ സിറാജും സുപ്രഭാതവും നാളെ LDFന് നേരെ തിരിയാൻ പോകുന്നു എന്നുള്ളതൊന്നും അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഇങ്ങനൊരു പരസ്യം വരുന്നു. സ്വാഭാവികമായിട്ടും LDF അവരുടെ ജയത്തിന് വേണ്ടുന്ന മാർഗങ്ങളെല്ലാം സ്വീകരിക്കും. അതിനകത്ത് ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രങ്ങളൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, പത്രങ്ങളെല്ലാം വലിയ എന്താ പറയുക സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പറയുന്ന സംഘടനാ പിൻബലമുള്ളത് കൊണ്ട് മാത്രമാണ് പത്രങ്ങൾ പലതും മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു പരിധി വരെ മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അപ്പോൾ പിന്നെ ഇവരുടെ ഈ ചെറിയ പത്രങ്ങളുടെയൊക്കെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതല്ലേ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒരു പരസ്യം വന്നപ്പോൾ വാങ്ങി. അവരുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ എല്ലാവർക്കും പരസ്യങ്ങൾ, സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന പരസ്യം എല്ലാ പത്രങ്ങൾക്കും കിട്ടും എന്ന് കരുതുന്നത് ഒരു എന്താ പറയുക, അങ്ങനെ കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാ പത്രങ്ങൾക്കും കിട്ടിക്കാണും. ഇത് പത്രങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഒരാൾക്ക് കിട്ടിയ പരസ്യം മറ്റേ ആളിനും കൊടുക്കും, വിളിച്ചു പറഞ്ഞു കൊടുക്കും, അതൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കാലമല്ലേ, എല്ലാവർക്കും കിട്ടും എന്നുള്ള ഇതിൽ ഇവരെന്ത് ചെയ്തു? ഇപ്പം കോൺഗ്രസിൻ്റെ വീക്ഷണം പത്രത്തിനും പിന്നെ BJPയുടെ മുഖപത്രമായ RSSൻ്റെ മുഖപത്രമായ ജന്മഭൂമിക്കും ഒരു പക്ഷേ ഈ പരസ്യം കൊടുത്തു കാണില്ല. അത് കൊടുത്താലും അവരിടത്തില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ മറ്റു പത്രങ്ങളൊക്കെ ഇടും. ഇപ്പോൾ CPIയുടെ പത്രം ജനയുഗത്തിൽ കൊടുത്താൽ അവരിടില്ലേ? LDFൻ്റെ തന്നെ ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെ ഇവരിതിനെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ, സുപ്രഭാതവും സിറാജും. പക്ഷേ സംഭവം പിന്നീടാണ് അതിൻ്റെ ആ ഗൗരവം അവർക്ക് മനസ്സിലാകും. അനുമതി വാങ്ങാതെയും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരം പരസ്യം കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന അനുമതി വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കത്തൊക്കെ കൊടുത്ത് അനുമതി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അനുമതി വാങ്ങിയിട്ടുണ്ടാവും എന്ന് ഇവരും ധരിച്ചു. പക്ഷെ അത് അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പിന്നീട് മനസ്സിലായപ്പോഴാണ് അത് അവരെ ചതിക്കുന്നതിന് തുല്യമാണ്. അതൊരു ചതിയാണ്. അത് തീർച്ചയായിട്ടും അവർ രണ്ടുപേരും അതിൻ്റെ പുറകിലുള്ള സംഘടനകളും അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കും. അത് LDFന് തിരിച്ചടിയായിരിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാലക്കാടെങ്കിലും അതിൻ്റെ തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമതേ സരിൻ ചിത്രത്തിലെങ്ങുമില്ല. മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. സന്ദീപിൻ്റെ പോക്കും വരക്കും എല്ലാം BJPയുടെയും കോൺഗ്രസിൻ്റെയും നേട്ടവും കോട്ടവും ലാഭവും നഷ്ടവും ഒക്കെ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിൽ ആർക്കാണ് നേട്ടം ഉണ്ടായത്, ആർക്കാണ് കോട്ടം ഉണ്ടായത്, ആർക്കാണ് ലാഭം ഉണ്ടായത്, ആർക്കാണ് നഷ്ടം ഉണ്ടായതെന്ന്. വരട്ടെ, നമുക്കിപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സുപ്രഭാതത്തിനോടും സിറാജിനോടും ചെയ്തത് ശരിയായില്ല. മാധ്യമ സ്ഥാപനങ്ങൾ കുറേ കൂടി അവർക്ക് അർഹിക്കുന്ന ബഹുമാനവും ഗൗരവവും കൊടുത്ത് കാണേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരെ തങ്ങളുടെ ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കരുത്. അത് ഈ കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് നൽകാനുള്ള സന്ദേശം, നമുക്ക് പറയാനുള്ള കാര്യം അതാണ്.
സുപ്രഭാതത്തിന്റെയും സുപ്രഭാതത്തിന്റെയും വേദനയിൽ അപലപിക്കുന്നു. നമ്മൾ അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ഈ കാര്യത്തിൽ LDF ഗുരുതരമായ ഒരു എന്താ പറയണ്ടേ ക്രമക്കേട് അല്ലെങ്കിൽ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത്. കുറെ കൂടി എന്തായാലും അത് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്, സുപ്രഭാതത്തോടും സിറാജിനോടും ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണമല്ലോ. അത് അവർ ചിന്തിക്കട്ടെ, അവർ തിരുത്തട്ടെ. സുപ്രഭാതവും സിറാജും കൂടുതൽ ജനാധിപത്യപരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ. അവർക്ക് അവരുടെ ആശയപരമായ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രചരിപ്പിക്കാം ജനാധിപത്യപരമായിട്ട്. പത്രങ്ങളെല്ലാം അതെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ സിറാജും സുപ്രഭാതവും പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ. അവർക്കും എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു.